നമസ്കാരം. പ്രസ്ഥാനം നൽകിയ ജീവിത സാഹചര്യങ്ങളും ഭൗതിക നേട്ടങ്ങളും മനസ്സിലോർത്ത് ശിഷ്ടകാലം പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയുടെ അടിമയായി ജീവിക്കേണ്ടി വരുന്ന പലരുണ്ട് നാട്ടിൽ. ഉം. അത് എല്ലാ പാർട്ടികളിലുമുണ്ട്. വിശേഷിച്ചും CPM-ൽ അതിൻ്റെ ആധിക്യമാണുള്ളത്. അപ്പോൾ അത്തരത്തിൽ ശിഷ്ടകാലം ഒരു ഉപകാര സ്മരണയോടൊപ്പം എന്ന വണ്ണം പാർട്ടിക്ക് വേണ്ടി ശരിയെന്ന് തോന്നുന്നതിനെ ശരിയെന്ന് പറയാനാകാത്ത വിമ്മിഷ്ടവുമായി, തെറ്റിനെ തെറ്റായി കാണാനുള്ള പറയാൻ കഴിയാത്ത സാഹചര്യവുമായി ജീവിക്കുന്ന, മനസ്സുമായി ജീവിക്കുന്ന പലരുണ്ട്. അതിലൊരാളാണ് ഇന്നലെ സഭയിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ വാക്കുകൾക്കിരയായത്. ഉത്തരം മുട്ടിപ്പോയി. സഭയിലെത്തിയതിൻ്റെ പേരിലാകാം ഒരു വഴിപാട് ചോദ്യം അദ്ദേഹം ചോദിച്ചിരുന്നു. കേരളത്തിലേക്കുള്ള ധനസഹായം PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഒപ്പിട്ട ശേഷം പിന്മാറിയത്. അതൊക്കെ മെല്ലെ മെല്ലെ പറയുന്ന, വളരെ പതിയെ പറയുകയുള്ളൂ. ആദ്യം ഒപ്പിടുന്നു, പിന്നീട് പെരുമാറുന്നു, എന്നിട്ട് പൈസ കിട്ടിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ ധനസഹായം തടഞ്ഞു വച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. വെറുതെ ഒരു ചോദ്യം, നാട്ടുകാരെ കബളിപ്പിക്കാനൊരു ചോദ്യം. അവിടെ എത്തിയല്ലോ, എന്തെങ്കിലും ചോദിക്കണമല്ലോ, അത്രയൊരു ചോദ്യം. പക്ഷെ അതിൻ്റെ മറുപടി ഇപ്രകാരമായിരിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. അദ്ദേഹം എണ്ണി എണ്ണി കാര്യങ്ങൾ പറഞ്ഞു. ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന വ്യക്തി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഈ ചർച്ചയ്ക്കിടയിൽ ഒരു മീഡിയേറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് താങ്ക്സും കൂടി അദ്ദേഹം പറയുകയാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ബ്രിഡ്ജായി പ്രവർത്തിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബ്രിഡ്ജായിട്ട്, അങ്ങനെ പാലമായി വർത്തിച്ച ഒരാൾ പിന്നീട് അത് എന്ത് സംഭവിച്ചു എന്നറിയില്ല. ആ പാർട്ടിക്കുള്ളിൽ സംസ്ഥാനത്ത് എന്തൊക്കെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ആ പ്രശ്നങ്ങളുടെ പുറത്ത് പാർട്ടി ഇപ്പോൾ സംസ്ഥാനം ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് പറയുന്നത്. കാരണം അറിയില്ല. പക്ഷെ അതിനിടയിൽ കൂടി അദ്ദേഹം ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു. ഇതിൽ മുഖ്യ ഇടപാടുകാരൻ, ആ ഇടപാട് നടക്കുമ്പോൾ ആ ഇടപാടിൽ മധ്യസ്ഥത വഹിച്ച ആള്, പാലമായി പ്രവർത്തിച്ച ആള് നമ്മുടെ ജോൺ ബ്രിട്ടാസാണ്. സ്വാഭാവികമായും ഇത് ഏറെ നാൾ മുമ്പോട്ടൊരു സംഭവമാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ഡൽഹിയിൽ പിണറായി വിജയൻ ചെന്ന് അടച്ചിട്ട മുറിക്കകത്തിരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്നൊക്കെ പറയുന്നത്. ഏറെക്കാലം മുമ്പ് തന്നെ ഒപ്പിട്ട സംഭവമാണ്. ചർച്ചകളും ഏറെക്കാലം മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. PM ശ്രീ പദ്ധതിയിൽ ആകുന്നതിനോട് CPM-ന് വലിയ വിരോധമൊന്നുമില്ല. പക്ഷേ നാട്ടിൽ CPI-ക്കാണ് വലിയ വിരോധം. ഒരേ സമയം കബളിപ്പിക്കുകയും അതേസമയം കെട്ടിപ്പിടിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു കുതന്ത്രം വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നാട്ടിലൊരു ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ സ്കീം വരുന്നു. ആ സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 2-3 സ്കൂളുകളിലായിരിക്കും ഈ പദ്ധതി വരുന്നത്. അതിനൊരു വേറിട്ട വിദ്യാഭ്യാസ രീതിയായിരിക്കും. ആ വിദ്യാഭ്യാസ രീതി വരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് വേണ്ടാന്ന് വെക്കണം. അപ്പോൾ ഇതെല്ലാം ഒരുപക്ഷെ CPM-ന് ഒരു കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. പക്ഷേ CPI-ക്ക് അത് മനസ്സിലാവുന്നില്ല. ഇത് മാത്രമല്ല, CPI-ക്ക് പലതുവരെ മനസ്സിലായിട്ടില്ല. ഫാസിസ്റ്റ് സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് CPI പറയുമ്പോൾ ആണയിട്ട് പറയുന്നു, ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ നമ്മുടെ CPM-ന് അങ്ങനെ അഭിപ്രായമേ ഇല്ല. CPM പറയുന്നത് ഫാസിസ്റ്റ് സ്വഭാവം കാണുന്നുണ്ട്, പക്ഷെ അത് ഫാസിസ്റ്റ് സർക്കാരല്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും അതാണ് അവരുടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരേ സമയം ഒരു തട്ടിപ്പ് വാക്കുകളാണ് വരുന്നത്. നമ്മുടെ ഒരു മാസത്തിനകത്ത് തന്നെ നമ്മുടെ പാർട്ടി സെക്രട്ടറി മാഷ് ഇങ്ങനെ ഗോവിന്ദ മാഷ് ഒരു അഭിപ്രായം പറഞ്ഞു. ഇതൊരു ഇടതുപക്ഷ സർക്കാരാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജനാധിപത്യപരമായ പല മുദ്രാവാക്യങ്ങളും നടപ്പാക്കാൻ പാടുള്ള, ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആലോചിച്ച് നോക്കിയേ, ഞാനെൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുന്ന വാക്കുകളല്ലത്. ഇത്തരത്തിലൊരു വാക്ക് ഒരു മാസത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ്. ഇടതുപക്ഷ സർക്കാർ എന്ന് നാഴിക്ക് 40 വട്ടം ആണയിട്ട് പറയുമ്പോഴാണ് സെക്രട്ടറിയുടെ ഈ വാക്കുകൾ പുറത്തു വരുന്നത്. PM ശ്രീ പദ്ധതി അപ്പോൾ CPI-ക്കാണെങ്കിൽ ഈ പദ്ധതിയിൽ ഒപ്പിട്ടതിന് ശേഷം അതൊരു ഡൂ ഓർ ഡൈ സംഭവമാണ്. ഏറെ നാളായി ഇങ്ങനെ ചവിട്ടും തുപ്പുമായിട്ട് കിടക്കുകയാണ്. ഇപ്പോഴെങ്കിലും ഏറ്റവും ഒടുവിൽ CPI-ക്ക് മുഖ്യ സഖ്യകക്ഷിയായ CPI-യെ കൂടി അറിയിക്കാതെ അവർ നിരന്തരം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെയും അറിയിക്കാതെ മാസങ്ങൾക്ക് മുമ്പ് അവിടെ പോയി ഒപ്പിട്ടിട്ട് അത് പറഞ്ഞതെന്താണ്, സാമ്പത്തികത്തിന് വേണ്ടി മാത്രമാണ് ഒപ്പിട്ടതെന്നാണ് പറയുന്നത്. പദ്ധതി ആശയപരമായി നമുക്ക് യോജിപ്പില്ല, പക്ഷെ ധനം വേണ്ടതെന്നാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആശയത്തിന് വേണ്ടി സാമ്പത്തിക സഹായത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി ആശയത്തിനെ അടിവറ വയ്ക്കുന്ന ഒരു പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാറിയിട്ടുണ്ടെങ്കിൽ, ഇത് ഇന്നിപ്പോൾ അതിൻ്റെ പോക്ക്, അതിൻ്റെ രീതി, സ്വഭാവം കണ്ടാൽ ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പലപ്പോഴും ആ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് ഇവർ BJP സർക്കാരുമായി കൂടുതൽ അടുത്ത് നിൽക്കുകയാണ്. നമ്മൾ കാവ്യവൽക്കരണം, സംഘവൽക്കരണം എന്നൊക്കെ പറഞ്ഞിട്ട്, സംഖ്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞിട്ട് BJP-ക്കെതിരെ തുരുതുര സംസാരിക്കുകയും നാട്ടിൽ വന്നിറങ്ങി
നേരെ വിപരീത ദിശയിലേക്കുള്ള വാക്കുകൾ വാരി വിതറുകയും ചെയ്യും. അങ്ങനെ ഇവർ പറയുന്ന വാക്കോ വാഗ്ദാനമോ പിന്നെ ഒരിക്കലും നടന്നതായി നമുക്ക് തെളിയിക്കാനും കഴിയില്ല. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടാസിന്റെ തൊലി ഉരിച്ച് കളയുന്ന ഒരു പ്രസ്താവന നടത്തിയത് തിരിച്ച് ബ്രിട്ടാസ് മാധ്യമങ്ങളിടയ്ക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എന്നെ വേണമെങ്കിൽ കുറ്റം പറഞ്ഞോളൂ, മന്ത്രിയെ കുറ്റം പറയരുത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് തിരിച്ചൊന്നും ചോദിക്കാനില്ല. മാധ്യമങ്ങൾ അങ്ങനെയാണ്. ഇവിടുത്തെ മാപ്രവ എന്ന് പറയുന്ന കക്ഷികൾ ഇവിടെ പലരോടും പല ചോദ്യങ്ങളും ചോദിക്കേണ്ടത് നിങ്ങൾ ചോദിക്കുകയില്ല. ബ്രിട്ടാസ് വളരെ തന്ത്രപരമായി, ബ്രിട്ടാസിന് നല്ല ഡൽഹി പരിചയമുള്ള ആളാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, നല്ല രാഷ്ട്രീയ ബോധമുള്ള ആളാണ്. അദ്ദേഹത്തിന് അറിയാം എങ്ങനെ മാധ്യമപ്രവർത്തകർ എവിടെ നിൽക്കണം, അവരോട് എന്ത് പറയണം, എങ്ങനെ ചിന്തിപ്പിക്കാൻ സഹായിക്കുന്ന ഉത്തരങ്ങൾ കൊടുക്കണമെന്ന് വളരെ ഭംഗിയായിട്ട് അറിയുന്ന ആളാണ് ബ്രിട്ടാസ്. ബ്രിട്ടാസിനെ പിന്നെ പ്രത്യേക ക്ഷണിതാവായി കേന്ദ്ര കമ്മിറ്റിയിൽ വച്ചിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല. ഡൽഹി അദ്ദേഹത്തെ പിന്നെ ഈ MP ആയിട്ട് പറഞ്ഞയച്ചതും വെറുതെ അല്ല. ഒരു ആവശ്യവുമില്ലാതെ കുറച്ചാൾ നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ തോമസ് മാഷിനെ അവിടെ വച്ചിരുന്നു. അവർക്ക് അറിയാവുന്ന ഊടുവഴികളിലും കൂടുതൽ ബ്രിട്ടാസിന് അറിയാം എന്നുള്ളത് കൊണ്ടാണ് ബ്രിട്ടാസ് ഈ ഒരു വിഷയത്തിന്മേലും ഇടപെട്ടിട്ടുണ്ടാവുക. നമ്മുടെ ശിവൻകുട്ടിയോടൊപ്പം ഞാനും പലപ്പോഴും പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അക്കമ്പനി ചെയ്തതെന്നല്ല ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പാലമായി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ്. അപ്പോൾ അത് ഒരു നിമിഷം കൊണ്ട് ഈ മുഖംമൂടി ധർമ്മേന്ദ്ര പ്രധാൻ വലിച്ചൂരി തറയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് പറയുന്നു, അവിടെ ചെന്ന് മറ്റൊന്ന് പറയുന്നു. പൈസ എന്തായാലും കിട്ടിയില്ല, അത് കിട്ടില്ല എന്നുള്ളത് വേറെ കേസ്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഈ ഒരു ഇരട്ടത്താപ്പ്, CPM ഇരട്ടത്താപ്പാണ് ഇന്നലെ ബ്രിട്ടാസിന്റെ പിന്നെ മന്ത്രിയുടെ വാക്കുകളിലൂടെ ബ്രിട്ടാസിനെതിരായി പുറത്തു വന്നത്. അപ്പോൾ ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, മന്ത്രിക്കെതിരായി ഒന്നും പറയരുത് എന്നാണ് ബ്രിട്ടാസ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, ഒരുപക്ഷെ മന്ത്രിക്കെതിരായി എന്തെങ്കിലും പറഞ്ഞാൽ മന്ത്രി കുപിതനായാൽ ഇനിയും പല കാര്യങ്ങളും അദ്ദേഹം വാരി വിതറും. അങ്ങനെ ഒരു അവസ്ഥ വന്നാലും ഞാനായിരിക്കുമല്ലോ നാറുന്നത്, എനിക്ക് പോകാനും വയ്യ, പോകാതിരിക്കാനും വയ്യാത്തൊരു സാഹചര്യം. ബ്രിട്ടാസിനെ കുറ്റം പറയാൻ കഴിയില്ലല്ലോ. അദ്ദേഹം CPM വേണ്ടി നിലനിൽക്കേണ്ട ആളാണ്. സോ അവിടെ CPM വേണ്ടി നിലനിൽക്കുമ്പോൾ CPM വേണ്ടി തെറ്റോ ശരിയോ എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായങ്ങൾ CPM നിൽക്കുമ്പോൾ എനിക്കോ നിങ്ങൾക്കോ ഉണ്ടാവില്ല. അവിടെ പാർട്ടി പറയുന്നതാണ് ശരി, എൻ്റെ ശരിയല്ല ശരി, പാർട്ടിയുടെ ശരിയാണ് ശരി. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഒരു ഘടകകക്ഷി സർക്കാരാകുമ്പോൾ ആ ഘടകകക്ഷികളുടെ എല്ലാവരുടെയും സമ്മതമെങ്കിലും വേണം. അങ്ങനെ സമ്മതം കിട്ടില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് വലിയേട്ടനായ CPM രഹസ്യമായി അവിടെ ചെന്ന്, ഇതിനു മുമ്പ് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് അവിടെ ചെന്ന് ഈ കരാറിലേക്ക് വരികയും ഒപ്പിടുകയും ചെയ്തു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല പിണറായി വിജയൻ ഡൽഹിയിൽ ചെന്നിട്ട് ഉള്ള ആ ദിവസമാണ് ഈ ഒപ്പിട്ടത്. അങ്ങനെയൊന്നും ആയിരിക്കില്ല. രേഖകൾ പ്രകാരം ഇത് വളരെ മുമ്പ് തന്നെ ഒപ്പിട്ടിരുന്നു. പദ്ധതിയിൽ നിന്ന് പണവും ലഭിക്കേണ്ടിയിരുന്നു. ആ പണം ഇപ്പോൾ കിട്ടാതെയുമായി. ഇനി കിട്ടണമെന്നും വകുപ്പില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ CPM ഇരട്ടത്താപ്പ് കൂടുതൽ വരും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സാധാരണക്കാരനായ ജനങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് എതിർക്കാൻ കഴിയാത്ത സാഹചര്യം. ഈ സാധാരണക്കാരൻ്റെ നെഞ്ചത്തുകൂടി എത്രയോ വാശി പറഞ്ഞു കേരളയിൽ വന്ന സമയത്ത്. അവരുടെ നെഞ്ചത്തുകൂടി മഞ്ഞക്കല്ലിട്ട് പോയ ഒരു സർക്കാരാണ്. അവർക്ക് പിന്നെ ഗതിയില്ലാത്ത കരച്ചിലുകൾ റോഡിൽ വക്കത്ത് നിന്ന് കരയും നമ്മൾ എത്രയോ കണ്ടു. നമ്മുടെ ആശാവർക്കർമാർ എത്രയോ നാൾ ഇവിടെ കടന്ന് കരഞ്ഞു. അതൊന്നും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഒന്ന് പറയുന്നു, ഞങ്ങൾ ഇന്ന ആൾക്കാരുടെ കൂടെയാണ്, സാധാരണക്കാരോടൊപ്പം, പാവപ്പെട്ടവരോടൊപ്പം, തൊഴിലാളിയോടൊപ്പമാണെന്ന് പറയുകയും, അല്ലെങ്കിൽ പിന്നെ അതിന് നേരെ വിപരീത ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ഒരു പ്രത്യേക വിശിഷ്ടമായ ഒരു വിദ്യാഭ്യാസം ഒരു 2-3 സ്കൂളിലല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആ സ്കൂളുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതേപോലുള്ള സ്കൂളുകൾ നാട്ടിൽ വരും ദിവസങ്ങളിൽ എണ്ണത്തിൽ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ എന്തിനെ അതിനെ എതിർക്കണം? നമ്മുടെ കുട്ടിക്ക് കിട്ടാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉയർന്ന വിദ്യാഭ്യാസം, വേറിട്ട വിദ്യാഭ്യാസം മുടക്കാൻ സർക്കാർ സന്നദ്ധമാകരുത് എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. അതിന് CPM ഒരു പക്ഷേ ഒരു വീണ്ടും വിചാരണത്തിലേക്ക് വന്നിട്ടുണ്ട്. CPM ആ പാതയിലാണ്. അതിന് പൈസ ലഭിക്കുമെന്നുള്ളതൊക്കെ ഇരിക്കട്ടെ, എങ്കിൽ കൂടിയും CPM അത് കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇത്തരം ഒരു വിദ്യാഭ്യാസം മോശമല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ നടപ്പാക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മളെപ്പോഴും പഠിച്ചിരുന്ന ഒരു നമ്മുടെ 47 സ്വതന്ത്ര ഇന്ത്യയിൽ വിദ്യാഭ്യാസ ടെക്സ്റ്റ് ബുക്കുകളും പാഠ്യപദ്ധതിയും കരിക്കുലം തയ്യാറാക്കപ്പെടുമ്പോൾ ആ കരിക്കുലം ഏത് വിഭാഗത്തോടൊപ്പമാണെന്നോ അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണോ ചരിഞ്ഞു നിന്നതെന്ന് അറിയാത്തവരൊന്നും അല്ല കേരളീയർ. പക്ഷേ നാളിതുവരെ നമ്മൾ അങ്ങനെ പഠിച്ചുപോയി. ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ വെളിച്ചത്തിൽ ഒരു പുതിയ ചില മാറ്റങ്ങൾ കൂടി വരുത്താൻ അവർ തയ്യാറായിരുന്നുണ്ട്. പക്ഷേ ആ മാറ്റങ്ങൾ നമ്മുടെ സംസ്കാരവും നമ്മുടെ രാജ്യത്തിൽ നടന്നുള്ള നമ്മുടെ വൈശിഷ്ട്യങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപക്ഷെ അത്തരം പദ്ധതികളിൽ വന്നിരിക്കാം. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ പ്രധാനമന്ത്രിയുടെ പേരിലല്ല പദ്ധതികൾ എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി PM ശ്രീ എന്നാണ് പറയുന്നത്, അല്ലാതെ നരേന്ദ്രമോദി ശ്രീ എന്നല്ല പറയുന്നത്. അപ്പോൾ PM ശ്രീ എന്നാണ്. അതിലും പിന്നെ
പ്രധാനമന്ത്രിയുടെ നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ, അദ്ദേഹത്തിന്റെ പടം വയ്ക്കുന്നതിൽ എന്താ കുഴപ്പം? ഇങ്ങനെ ഒരു വീണ്ടും വിചാരം അത് ശരിയാണ് എന്നൊരു തോന്നലിൽ CPM വന്നു എന്നതിന്റെ തെളിവാണ് ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പിന്നെ ശിവൻകുട്ടി, ചുരുക്കത്തിൽ പറഞ്ഞാൽ CPM ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. നമ്മളായിട്ടത് മുടക്കണ്ട എന്നൊരു തീരുമാനത്തിലെത്തിയത്. ആ തീരുമാനത്തിന് ഒരുപക്ഷെ CPI പിന്നെ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അതിൽ പിന്നെ പദ്ധതി ഒപ്പിടുന്നതിൽ ബ്രിട്ടാസിന്റെ പങ്കാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്. അത് ശരിയാണ്, തെറ്റാണ് അദ്ദേഹം ഒരിക്കലും പറയുന്നില്ല. മന്ത്രി വളരെ കൃത്യമായിട്ട് തന്നെയാണ് കാര്യം പറഞ്ഞത്. അക്കമുനെ ചെയ്തു എന്നല്ല പറഞ്ഞത്, കൂടെ വന്നു എന്നല്ല പറഞ്ഞത്, പാലമായി പ്രവർത്തിച്ചു, മീഡിയേറ്ററായി പ്രവർത്തിച്ചു എന്നാണ്. അതിനെ ബ്രിട്ടാസ് എതിർത്തിട്ടുമില്ല, ഇനി അങ്ങനെ എതിർക്കുന്നതിൽ കാര്യവുമില്ല. ഒരിക്കൽ കൂടി ഈ കമ്മ്യൂണിസ്റ്റുകളുടെ പിന്നെ ഈ അടിമത്ത മനോഭാവം അത് പിന്നെ വെളിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്, ഇരട്ടത്താപ്പ് വെളിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്നും കൂടി ഈ ഒരു ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവന വ്യക്തമാക്കുന്ന ദിവസങ്ങളിലൂടെയാണ് കേരളം കഴിഞ്ഞ നാൾ കടന്നുപോയത്.